പുണ്യശ്ലോകനായ ഫാദർ യോഹന്നാൻ കരിപ്പേരിയുടെ 64ാമത് വാർഷിക അനുസ്മരണം കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടത്തി. വിളിക്കുകയും സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അനുസ്മരണ ബലിക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കബറിടത്തിൽ ഒപ്പീസും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, ഫാദർ ജോസ് വട്ടക്കുഴി, ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ പോൾ ആലപ്പാട്ട്, ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴി, ഫാദർ ആൻഡോ രായപ്പൻ, ഫാദർ നിതിൻ താഴത്ത്, മദർ സിസ്റ്റർ നിവേദ്യ, അനുസ്മരണ സമിതി അംഗം പീറ്റർ കരിപ്പേരി, കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, രഞ്ജിത്ത് നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട യോഹന്നാൻ കരിപ്പേരി അച്ഛൻ്റെ 64ാം അനുസ്മരണ സമ്മേളനമാണ്, അനുസ്മരണ ദിനമാണ് ഇന്ന്. ആയതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഭിവന്യ പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ ബലിയിൽ നമ്മളെ സംബന്ധിച്ചു. ഇനി ഒരു ചെറിയ അനുസ്മരണ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എനിക്ക് പറയാനുള്ള മുഖ്യ കാര്യങ്ങളൊക്കെ ഞാൻ കുർബാനയ്ക്കിടയിലുള്ള സന്ദേശത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വികാരിച്ചൻ റാഫേൽ താണിശ്ശേരിച്ചൻ, ഞാൻ ചലനായിട്ട് ചലനായിട്ട് ഇന്റർവ്യൂ ഉണ്ട് മുഹമ്മദ് ട്രാൻസിനായിട്ട്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എത്തുമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാവശ്യത്തിൻ്റെ അധികാരികളോട് ചോദിച്ചു, വരില്ലെന്ന് സംശയമാണല്ലോ എന്ന് പറഞ്ഞു. അതിന് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റുന്നുണ്ടെങ്കിൽ ഓടിയെത്തും ഞാൻ. അതുകൊണ്ട് ഓടിയെത്തിയതാണ്. കരിപ്പേരിയച്ഛൻ്റെ ഓർമ്മ ആചരിക്കാൻ വേണ്ടി എന്ന് മുതൽ കൂടിയോ അന്ന് മുതൽ പ്രത്യേകിച്ച് അഭിമന്യ കട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ, പിതാവിനേക്കാൾ മുൻപ് തന്നെ അച്ഛനായിരുന്ന സമയത്ത് റാഫേൽ അച്ഛൻ എന്ന നിലയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇവിടെ അനുസ്മരണം നടത്താനായിട്ട് ഉത്സാഹം കാണിച്ചതായിട്ട് ഓർക്കുകയാണ്. കൊണ്ട് ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ആ കരിപ്പേരിയച്ഛനെ അടക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 64 വർഷത്തിനുള്ളിലെ 100 കണക്കിന് വൈദികരെ ഇവിടെ നിന്ന് ഈശോയുടെ പക്കലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ സർക്കാരിലേക്ക് നടന്നു പോകുമ്പോൾ സൈന്യം കൂടെ ഉണ്ടാവും. കൂടെ വിളിച്ച് പോകണം. പോയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അനുഭവമുള്ള ഒരാളുണ്ടാവും. അവനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മുടി വെട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ വെട്ടിക്കുളം പറഞ്ഞ് പോയി. അങ്ങനെ അച്ഛനും പരിവാരം കൂടി പോയി. പകുതി കഴിഞ്ഞപ്പോൾ ഇവർ ആനന്ദ തോന്നി. ഇവനെ സ്കൂളിനെ പറയുന്നത് വലിയ കശപ്പത്തുമാവ് അതിൻ്റെ മുകളിൽ. ഞാൻ നമ്മുടെ ഇടവകയിലെ വൈദികൻ സിസ്റ്റേഴ്സ് നോക്കിയപ്പോൾ ഈ യോഹന്നാൻ കരിപ്പേരി നമ്മൾ കൂടുതൽ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഇടവകയിൽ, കല്ലൂർ പടിഞ്ഞാറക്കര ഇടവകയിൽ കൂടുതൽ വൈദികർ പത്രം സ്വീകരിച്ചത്. എനിക്ക് മുമ്പ് തിരുവനന്തപുരം സ്വീകരിച്ചത്, യൂണിക്കായിട്ട് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട കരിപ്പേരിയച്ഛനാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ തിരുവനന്തപുരം സ്വീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾ 3 ഇടവക വൈദികരെ, പ്രത്യേകിച്ച് ഇടവകയുമുണ്ട്. കല്ലൂര് പടിഞ്ഞാറ് പള്ളി ഭാഗ്യപ്പെട്ടതാണ്. ഒപ്പം തന്നെ 1.5 വർഷമായിട്ടുള്ള പിതാവ് ഞാനിവിടെ ആയിട്ട്. ഇതിനു മുമ്പ് കല്ലൂരായിരുന്നു. ഇവിടെ വെച്ച് പട്ടം സ്വീകരിക്കാൻ പറ്റിയതും വിശുദ്ധനായ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു. എനിക്ക് കരിപ്പേരിയച്ഛനെ കുറിച്ച് അറിയുന്നുണ്ട്. ഈ അനുസ്മരണ സമ്മേളനത്തിലും പിതാവിന്റെ പ്രസംഗത്തിലൊക്കെ ഒരു വിശുദ്ധനായ വ്യക്തിയുടെ സാധാരണത്തിൽ പങ്കെടുത്ത് ഒരു ഭാഗ്യം ഞാൻ കരുതുകയാണ്. അതായത് എളിയവരായി ജീവിച്ചാൽ, മനുഷ്യർക്ക് നന്മ ചെയ്താൽ, കാലങ്ങൾ കടന്നുപോയാലും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുമെന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവം. ഒരു തലമുറയ്ക്ക് മുന്നേ തന്നെ നമ്മൾ വേർപിരിഞ്ഞു പോവുകയും ഇപ്പോഴും കുറച്ചുപേരെ ആ വൈദികനെ അനുസ്മരിക്കാനായിട്ട് ഒരു ദിവ്യബലിയും ഒരു അനുസ്മരണ ചടങ്ങും നടത്തുന്നു. ചെറുപ്പം മുതൽ എനിക്ക് കേൾക്കാൻ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത്
നമ്മുടെ ആദ്യത്തെ ആദൂർ വഴി അടുത്ത് താമസിക്കുന്ന വട്ടക്കുഴി അമ്പഴിപ്പാപ്പൻ, പിന്നെ ഒരു പുള്ളക്കര മത്തായി പാപ്പൻ, പിന്നെ വട്ടക്കുഴി നമ്മുടെ ജോസഫ് ജില്ലയിൽ പോൾ മരിച്ചുപോയി പോൾ വട്ടക്കുഴി അച്ഛൻ്റെ ഒരു ബിലിപ്പൻ.